ഈ വർഷത്തെ നന്മകൾ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ടോ? അനുഗ്രഹം പ്രാപിപ്പാൻ കടന്നു വന്നവർ ഈ കൂട്ടത്തിലുണ്ടോ? ദൈവം തന്നിരിക്കുന്ന വ്യവസ്ഥകളെ പാലിക്കുകയാണെങ്കിൽ ആ വാഗ്ദത്തങ്ങൾ പുനഃസ്ഥാപനത്തിന്റെ വർഷത്തില് നഷ്ടപ്പെട്ടു പോയ സകല നന്മകളും ദൈവം നിനക്ക് മടക്കി തരും. പക്ഷെ ദൈവ വഴി വിട്ടു മാറരുത്. വേദപുസ്തകത്തിൽ ഒരു ഭാഗം നമുക്ക് ശ്രദ്ധിക്കാം. വിശുദ്ധ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 3-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ. ഗിബെയോനിൽ വെച്ച് യഹോവ രാത്രിയിൽ ശലോമോന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, നിനക്ക് വേണ്ടുന്ന വരം ചോദിച്ചു കൊള്ളുക എന്ന് ദൈവം അരുളി ചെയ്തു. അതിന് ശലോമോൻ പറഞ്ഞത് എന്തെന്നാൽ, എൻ്റെ അപ്പനായ ദാവീദ് എന്ന നിന്റെ ദാസൻ സത്യത്തോടും നീതിയോടും ഹൃദയ പരമാർത്ഥതയോടും കൂടെ നിന്റെ മുമ്പാകെ നടന്നതിന് ഒത്തവണ്ണം നീ അവന് വലിയ കൃപ ചെയ്തു. ഈ വലിയ കൃപ അവനായി പാലിക്കുകയും ഇന്നുള്ളതുപോലെ അവൻ്റെ സിംഹാസനത്തിലിരിപ്പാൻ അവനൊരു മകനെ നൽകുകയും ചെയ്തിരിക്കുന്നു. എൻ്റെ ദൈവമായ യഹോവേ, നീ അടിയനെ ഇപ്പോൾ എൻ്റെ അപ്പനായ ദാവീദിന് പകരം രാജാവാക്കിയിരിക്കുന്നു. ഞാനോ ഒരു ബാലനത്രേ, കാര്യാദികൾ നടത്തുവാൻ എനിക്കറിവില്ല. നീ തിരഞ്ഞെടുക്കുകയും പെരുപ്പം നിമിത്തം എണ്ണവും കണക്കും ഇല്ലാത്തതുമായ വലിയൊരു മഹാജാതിയായ നിന്റെ ജനത്തിൻ്റെ മധ്യേ അടിയൻ ഇരിക്കുന്നു. ആകയാൽ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ളൊരു ഹൃദയം എനിക്ക് തരയണമേ. അതുകൂടാതെ നിന്റെ ഈ വലിയ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ ആർക്ക് കഴിയും? മതി. ഒരു പ്രാർത്ഥന, ഒരു പ്രാർത്ഥന. എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ, ഒരു പ്രാർത്ഥന, ഒരു പ്രാർത്ഥന. ശലോമോൻ്റെ പ്രാർത്ഥന, ദൈവത്തിന് ഇഷ്ടപ്പെട്ട പ്രാർത്ഥന, ദൈവത്തിന് ഇഷ്ടമുള്ള പ്രാർത്ഥന. 10-ാം വാക്യത്തിൽ ഇങ്ങനെ ഇരിക്കുന്നു, ശലോമോൻ ഈ കാര്യം ചോദിച്ചത് കർത്താവിന് പ്രസാദമായി. ഒരിക്കൽ കൂടി പറഞ്ഞാട്ടെ, ശലോമോൻ ഈ കാര്യം ചോദിച്ചത് കർത്താവിന് പ്രസാദമായി. സമം ദൈവപ്രസാദമുള്ള പ്രാർത്ഥന, ദൈവപ്രസാദമുള്ള പ്രാർത്ഥന. അപ്പോൾ ഇന്നത്തെ സബ്ജക്റ്റ് ദൈവപ്രസാദമുള്ള പ്രാർത്ഥന. ഇന്ന് ദൈവത്തിന് പ്രസാദമുള്ള പ്രാർത്ഥന. അതിനു വേണ്ടിയിട്ട് ചിന്തിക്കുവാൻ ദൈവം തന്നത് സോളമൻ രാജാവിൻ്റെ പ്രാർത്ഥനയാണ്. ശലോമോനെ കൊണ്ട് ദൈവം പ്രാർത്ഥിപ്പിക്കുകയായിരുന്നു. ശലോമോനെ കൊണ്ട് ദൈവം പ്രാർത്ഥിക്കാൻ ഉത്സാഹിപ്പിക്കുകയായിരുന്നു. ചില സാഹചര്യങ്ങളിൽ കർത്താവ് പ്രാർത്ഥിക്കാൻ നമ്മളെ ഉത്സാഹിപ്പിക്കാറുണ്ട്. ഇന്ന് ദൈവവചനത്തിന് യാതൊരുവിധ അല്ലലുമില്ല. ദൈവവചനത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സുലഭമാണ്. സോളമൻ രാജാവിൻ്റെ കാലഘട്ടത്തിൽ ദൗർലഭ്യമുണ്ടായിരുന്നു, ക്ഷാമമുണ്ടായിരുന്നു, ഷോർട്ടേജ് ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആലോചന ഇന്നൊരു പക്ഷെ നിങ്ങൾ പ്രാർത്ഥിച്ച് ദൈവമേ എന്ന് വിളിച്ച് കണ്ണീരോടെ പ്രാർത്ഥനയോടെ ഇവിടെ വരുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടി ഇന്ന് പ്രസംഗത്തിലൂടെ കിട്ടും. ഇന്നതാണ് ശൈലി, ഇന്നതാണ് അതിൻ്റെതായിട്ടുള്ള ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. പക്ഷേ അന്ന് ഈ വിധത്തിലുള്ള ഒരു സിസ്റ്റം അവിടെ ഇല്ലായിരുന്നു. അന്നത്തെ ആ കാലഘട്ടത്തിലെ സിസ്റ്റത്തെ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് വ്യത്യസ്തമായ ഒരു ശൈലിയാണ്. ദൈവത്തിന് ചില ആലോചനകൾ കൊടുക്കണമെങ്കിൽ ദൈവം സ്വപ്നത്തിൽ വരും. അപ്പം ഇന്ന് കാണുന്ന സ്വപ്നങ്ങൾ തെറ്റ് എന്നുള്ളതിലല്ല, ഇന്നും സ്വപ്നങ്ങൾ ദൈവം നൽകാറുണ്ട്. സ്വപ്നങ്ങൾ ഭയങ്കര മാറ്റങ്ങൾ പലർക്കും നൽകി. ജോസഫിൻ്റെ ജീവിതമേ മാറ്റിമറിച്ചത് ഒരു സ്വപ്നത്തിലൂടെ ആയിരുന്നു. മറിയയുടെ ജീവിതമേ മാറ്റിമറിച്ചത് ഒരു സ്വപ്നത്തിലൂടെ. അതുകൊണ്ട് സ്വപ്നമില്ല എന്ന് ഞാൻ പറഞ്ഞത്. പക്ഷെ അന്ധകാലഘട്ടത്തിൽ ദൈവവചനത്തിന് ദൗർലഭ്യം അനുഭവിച്ചു കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ദൈവത്തിന് ഒരാളോട് സംസാരിക്കണമെങ്കിൽ ഓടി ഓടി സ്വപ്നത്തിലൂടെ വരും. അവനെ അങ്ങ് കിടത്തി അങ്ങ് മയക്കും. ഇതിനകത്തൊരു പക്ഷേ തിരക്ക് പിടിച്ച ദൈവദാസന്മാരോടൊക്കെ ചോദിച്ചാൽ അറിയാം, അവർക്കൊരു ലെവല് കഴിഞ്ഞ് അവർക്ക് നിൽക്കാൻ സമയമില്ലാത്ത സമയം വരുമ്പോൾ വരും. കർത്താവിന് വേണ്ടി സമർപ്പിക്കുന്ന എല്ലാവരും എപ്പോഴും ബിസിയാകും. പ്രൈസ് ദി ലോർഡ്, ബിസിയാകും. പിന്നെ പരാതിയുടെ പരിഭവമായിരിക്കപ്പെടും. ഫോൺ വിളിച്ചെടുക്കത്തില്ല, ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ഒരു വിധത്തിലും ആകത്തില്ല. പ്രൈസ് ദി ലോർഡ് എന്നല്ലേ ഓടെ. അപ്പോൾ അങ്ങനെ ആയിരിക്കപ്പെടും. കാരണം ഒരു ലെവല് കഴിയപ്പെടുമ്പോൾ വരും പിടിച്ചാൽ കിട്ടത്തില്ല, ഇവരെല്ലാം തിരക്കാവും. ഈ തിരക്ക് വരുന്ന സമയത്തിൽ ദൈവം അവരെ ഡയറക്റ്റ് ചെയ്യുന്നത് അനുഭവത്തിലൂടെ ഞാൻ കണ്ടിട്ടുണ്ട്. സ്വത്രം
ഒരു കാലഘട്ടത്തിൽ അവരെന്ത് ചെയ്യും? ഒരു സംരംഭം തുടങ്ങുന്നതിന് വേണ്ടിയിട്ട്, ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ ദൈവസന്നിധിയിൽ ഇരിക്കും. 10 ദിവസം ഇരിക്കും, 20 ദിവസം ഇരിക്കും, 21 ദിവസം ഇരിക്കും, അല്ലെങ്കിൽ കുറേ ഒരു 3 മാസം വെച്ച് പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ 1 വർഷം വെച്ച് പ്രാർത്ഥിക്കും. ഇത് കഴിഞ്ഞ് ഇവർ തിരക്കിലേക്ക് പോകപ്പെടുമ്പോൾ ഇവർക്ക് ഇതിന് സമയം കിട്ടത്തില്ല. കാരണം ദൈവം ആടുകളെ കൂട്ടി കൊടുക്കപ്പെടുമ്പോൾ ഇതിൻ്റെ കാര്യാദികളെല്ലാം ഓടി നടന്ന് ചെയ്യുവാൻ സമയം വരാതെ വരുമ്പോൾ പ്രാർത്ഥനയുടെ അതേ അളവ്, പ്രസംഗത്തിൻ്റെ അളവ്, ഞാൻ പറഞ്ഞു വരുന്നത് അളവ് കുറയുന്നെങ്കിൽ ക്വാളിറ്റി കൂടുതലായിരിക്കും. സ്തോത്രം. ഇതെല്ലാം ചെയ്തിട്ട് അവരെ ദൈവം ഡയറക്റ്റ് ചെയ്യുന്നത്, നിൽക്കുന്ന നിപ്പിലൊരു മയക്കം കൊടുക്കും, ഒരു ഉറക്ക ക്ഷീണം കൊടുക്കും, ചെന്ന് കിടക്കും. അവർ ചെന്ന് കിടക്കും. ചിലപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞാൽ പിന്നെ പകൽ ഉറക്കൂല, രാത്രിയിലേ കിടത്തുള്ളൂ. രാത്രിയിൽ അവർക്ക് വിശ്രമ സമയത്ത് പരിശുദ്ധാമ്മ വരും. വന്നിട്ട് ഇന്നത് അവർ രാവിലെ കഴിക്കുമ്പോൾ മറക്കൂല. സാധാരണക്കാരൻ സ്വപ്നം പലപ്പോഴും മറന്നു പോകും. പക്ഷേ ഇവിടെ ദൈവം കൊടുക്കുന്ന ദൈവത്തിൻ്റെ അഭിഷിക്തകൾക്കുള്ള സ്വപ്നം അവർ മറക്കത്തില്ല. അവർക്ക് കൊടുക്കും. നാളെ നീ ഇങ്ങനെ ആയിരിക്കണം, ഇന്ന കാര്യങ്ങളായിരിക്കണം, അല്ലെങ്കിൽ അടുത്ത നാളെ ഇന്ന വിഷയത്തിൽ ഇന്നതാണ്, ഇതെല്ലാം ദൈവം കൊടുക്കും. അവരതിനെ ഏറ്റെടുത്ത് സ്തോത്രം എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കും. എല്ലാ ദിവസവും സ്വപ്നം കാണുന്ന ഒരാളാണ് ഞാൻ. സന്തോഷത്തോടെ കൈയടിച്ചാട്ടെ. എല്ലാ ദിവസവും സ്വപ്നം കാണും. ആമേൻ. നിങ്ങൾ കാണും പോലെ വണ്ടി ഇടിക്കുന്നതും ശവപ്പെട്ടി വരുന്നതും പാമ്പ് പറഞ്ഞതൊന്നുമല്ല. ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ചില കാര്യാദികൾ നമുക്ക് റൂട്ട് മാറുന്നുവെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടിന് എവിടെയെങ്കിലും മങ്ങൽ വരികയോ അത് കറക്റ്റ് ആകാണ്ട് വരുന്നുവെങ്കിലും അതെല്ലാം ശരിയാകത്തക്ക വിധത്തിൽ ദൈവം സ്വപ്നത്തിലൂടെ ഡയറക്റ്റും. രാവിലെ എഴുന്നേറ്റുടനടി അത് റീവൈൻഡ് ചെയ്യും. എഴുന്നേറ്റുടനെ അവർ പ്രാർത്ഥിക്കും. അവർ പ്രെയർ ചെയ്ത് അതെല്ലാം എടുക്കും. ചിലത് ചിലപ്പോൾ എഴുതി വയ്ക്കും, ചിലത് തലച്ചോറിൽ അതിനെ സേവ് ചെയ്യും. മറന്നു പോകാത്ത വിധത്തിൽ അതിനെ സേവ് ചെയ്യും. ഇവിടെ സ്തോത്രം, ഇന്നത്തെ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അന്ന് ആ കാലഘട്ടത്തിൽ ദൈവം തിരഞ്ഞെടുക്കുന്ന രാജാക്കന്മാർ, ദൈവം തിരഞ്ഞെടുക്കുന്ന ഭക്തന്മാർ, അവർക്ക് സ്വപ്നത്തിലൂടെ അരുളപ്പാടുകൾ കൊടുക്കുന്നത് സ്വാഭാവികമായിരുന്നു. ശലോമോനെ എന്ന് പറയുന്ന സമയത്തിൽ അവനൊരു ബാലനാണ്. ഏകദേശം ഒരു 16-ാമത്തെ വയസ്സിൽ അധികാരത്തിലേക്ക് കടന്നു വരുവാൻ കഴിയപ്പെടത്തക്ക ദാവീദിൻ്റെതായിട്ടുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭക്തനായിരിക്കുന്നു. ദാവീദ് വാർദ്ധക്യത്തിലേക്ക് കടന്നു വരുന്ന സമയത്തിലേക്ക് പലരും രാജസ്ഥാനത്തിലേക്ക് കടന്നു വരുവാൻ വേണ്ടി ശ്രമിച്ചുവെങ്കിലും ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ടല്ലോ, ദൈവത്തിന് ചില പദ്ധതികളുണ്ടല്ലോ. 1 രാജാക്കന്മാർ 1-ാം അധ്യായം 2-ാം അധ്യായം ഒക്കെ പരിശോധിക്കുന്ന സമയം നമുക്ക് കാണാം. 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുന്ന സമയത്തിലാണ് നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയപ്പെടുന്ന അവൻ അധികാരത്തിലേക്ക് കടന്നു വരികയാണ്. ഇവിടെ അധികാരത്തിലേക്ക് കടന്നു വരപ്പെടുമ്പോൾ അതൊരു ദൈവിക പ്രോജക്റ്റുമായിട്ട് ചേർന്ന് നിൽക്കുകയാണ്. ഒരു ദൈവിക ഉദ്ദേശവുമായിട്ട് ചേർന്ന് നിൽക്കുകയാണ്. ഒരു ദൈവിക പദ്ധതിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു സമയമാണ്. ദൈവം സ്വപ്നത്തിൽ അവൻ്റെ അടുക്കലേക്ക് കടന്നു വന്നു. സ്വപ്നത്തിൽ അവൻ്റെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഗിബെയോനിൽ വെച്ച് യഹോവ രാത്രിയിൽ ശലോമോന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, നിനക്ക് വേണ്ടുന്ന വരം ചോദിച്ചു കൊള്ളുക എന്ന് ദൈവം അരുളി ചെയ്തു. പുള്ളിക്കാരൻ രാജാവൊക്കെ ആയപ്പോൾ പിടിച്ചാൽ കിട്ടൂലമ്മേ. അതുകൊണ്ട് അവൻ ഉറങ്ങുന്ന സമയം നോക്കി എൻ്റെ കർത്താവ് അവനോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമായി അവൻ്റെ അടുക്കലേക്ക് വന്നിട്ട് മൃദുവായി ചോദിച്ചു, നിനക്കിഷ്ടമുള്ള ഒരു വരം ചോദിച്ചു കൊള്ളുക, നിനക്കിഷ്ടമുള്ള ഒരു വരം ചോദിച്ചു കൊള്ളുക. അത് പറഞ്ഞപ്പോൾ തന്നെ ആ ദൈവസ്നേഹം എൻ്റെ ഹൃദയാന്തർഭാഗത്തിൽ കടന്നു വരുന്നു. എൻ്റെ കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവമാണ്. എൻ്റെ കർത്താവ് നിങ്ങളെ അറിയുന്നു. നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കാതിരിക്കുമ്പോഴും, നിങ്ങൾ അവരുടെ ശബ്ദത്തിന് ചെവി കൊടുക്കാതിരിക്കുന്ന സമയങ്ങളിൽ എൻ്റെ നാഥൻ നിന്റെ അടുക്കൽ സ്വപ്നത്തോടെ ചില ദൂതുമായി, ചില ആലോചനകളുമായി കടന്നു വരപ്പെടുമ്പോൾ തിരസ്കരിക്കരുത്. മനസ്സിലായവരെന്ന് കരങ്ങളെ അടിച്ച് അമേലിരിക്കുന്ന സഹോദരങ്ങള്, ഹല്ലേലൂയ, മുൻപിലും പിൻപിലും ഒക്കെ ഇരിക്കുന്ന സൈഡിലിരിക്കുന്ന കുഞ്ഞുങ്ങള് എല്ലാവരും ഒരുമിച്ചൊന്ന് കൈയടിച്ച് ഇന്ന് ഒരുപക്ഷെ ദൈവം നിങ്ങൾക്ക് ചിലർക്ക് സ്വപ്നത്തിലൂടെ നല്ലത് തരും. ഞാൻ ചിരിച്ചുകൊണ്ട് നിസ്സാരമായിട്ടൊക്കെ പറയുന്നുവെങ്കിലും പരിശുദ്ധാത്മാവ് ചിലർക്ക് ചില നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളാണ്, ചില ആലോചനകൾ നൽകിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളാണ്. ദൈവം നിന്നെ സ്വപ്നത്തിലൂടെ ചിലരെ ഇന്നു മുതൽ ഡയറക്റ്റ് ചെയ്യും. ഇന്നു മുതൽ സ്വപ്നത്തിലൂടെ ദൈവം ചിലരെ ഡയറക്റ്റ് ചെയ്യും. യേശുവിൻ്റെ നാമത്തിൽ എന്ന് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ മടിയുള്ളവരാകരുത്. പ്രാർത്ഥനയുടെ ടേസ്റ്റ് നിങ്ങൾ അറിയണം. പ്രാർത്ഥനയുടെ അനുഭവം നിങ്ങൾ തിരിച്ചറിയണം. പ്രാർത്ഥനയുടെ അനുഭവത്തിലൂടെ നിങ്ങൾ കടന്നു വരണം. പ്രാർത്ഥനയുടെ അനുഭവം നിങ്ങൾക്കുണ്ടാകണം. ആമേൻ. ഒരു വരം ചോദിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു.
സോളമൻ രാജാവിന് വേണമെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയുവാനായിട്ട് കഴിയും, ചോദിക്കാം. ഒരു ദീർഘായുസ് ചോദിക്കാം. കാരണം ഒരു പരിധി വിട്ട് പോയി കഴിഞ്ഞാൽ ദീർഘായുസാണ് ഒരു മനുഷ്യന് ഏറ്റവും ആവശ്യം. വല്ലതും പിടികിട്ടിയൊന്നും എനിക്കറിയത്തില്ല. ഒരു രാജാവായി കഴിഞ്ഞാൽ പുള്ളിക്ക് തികയാതെ വരുന്ന ഒരേ ഒരു സാധനം ആയുസാണ്. അത് നമ്മളിനിയിപ്പം ഇവിടുത്തെ നമ്മുടെ പ്രധാനമന്ത്രിയെ നോക്കിക്കഴിഞ്ഞാലും മുഖ്യമന്ത്രിയെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഒരു വലിയ ശാസ്ത്രജ്ഞനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും നല്ല പ്രഗത്ഭനായിരിക്കപ്പെടുന്ന ഒരു വ്യക്തിയെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അവർക്കൊക്കെ അവസാന ഘട്ടത്തിൽ കിട്ടാതെ പോകുന്നത് എന്താണ് ദീർഘായുസ് ഇല്ലേ? അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ ഇവിടെ ഇരിക്കുകയല്ലയോ? നന്നായിട്ട് നക്ഷത്രം പോലെ ശോഭിച്ചിരിക്കുന്ന പലരും ഇതിനകത്തുണ്ടല്ലോ. ഇപ്പം നിങ്ങളുടെ ചോദ്യം ഇതല്ലേ, ഇനി കുറേ കൂടെ വർഷം താമസിക്കാനുള്ള ഭാഗ്യം കിട്ടിയിരുന്നെങ്കിൽ എന്ത് നന്നായിരുന്നേനെ, കുറേ കൂടെ നാളുകൾ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ഭാഗ്യം കിട്ടിയിരുന്നെങ്കിൽ ഇനിയും എന്തെല്ലാം എനിക്ക് ചെയ്യുവാനായിട്ട് കഴിയുമായിരുന്നോ, എന്തെല്ലാം ഭാവി പദ്ധതികൾ എനിക്കുണ്ട് എന്നുള്ളത് രാജാവിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായി തനിക്ക് ചോദിക്കുവാൻ കഴിയുന്ന ഒന്നായിരുന്നു ദീർഘായുസ്. പക്ഷേ പുള്ളിക്കാരനത് ചോദിച്ചതില്ല. 11-ാം വാക്യത്തിൽ എക്സ്പ്ലനേഷൻ ഉണ്ട്. ദൈവം അവനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ ദീർഘായുസോ സമ്പത്തോ ശത്രുസംഹാരമോ ഒന്നും അപേക്ഷിക്കാതെ ന്യായപാലനത്തിലുള്ള വിവേകം, അതായത് അവന് ദീർഘായുസ് ചോദിക്കാമായിരുന്നു, സമ്പത്ത് ചോദിക്കാമായിരുന്നു. ഇനി മനുഷ്യന്റെ സാധാരണ ആഗ്രഹങ്ങളാണ് എന്തോന്ന്? സമ്പത്ത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന് ചോദിക്കാമായിരുന്നു സമ്പത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. സമ്പത്ത് ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. സമ്പത്ത് വേണ്ട എന്ന് പറയുന്ന ആരും തന്നെ ഇല്ല. ഞാൻ ആ വിശദീകരണങ്ങളിലേക്കൊന്നും കടന്നു പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എത്ര കിട്ടിയാലും മനുഷ്യന് മതി വരാത്ത, പൂർണ്ണമാകാത്ത ഒരു സാധനമാണ് സമ്പത്ത്. പക്ഷെ ബൈബിൾ പഠിപ്പിക്കുന്നു, അന്നെന്നുള്ളത് അന്നന്ന് നിങ്ങൾക്ക് കിട്ടുന്നുവെങ്കിൽ ദൈവസന്നിധിയിൽ തൃപ്തിയോടെ പോകണം. ഓരോ ദിവസവും ദൈവം നിങ്ങളെ നടത്തുന്നുവെങ്കിൽ നിങ്ങൾ സന്തോഷത്തോടെ തൃപ്തിയോടെ കടന്നു പോകണം. മനസ്സിലായവരെന്ന് കൈയടിച്ചെന്റെ കർത്താവിന് സ്തോത്രം പറയാണ്. ആമേൻ. സന്തോഷത്തോടെ അന്നെന്നുള്ളത് അന്നന്ന് കർത്താവ് നിങ്ങൾക്കായിട്ട് നൽകുന്നുവെങ്കിൽ സന്തോഷത്തോടെ നിങ്ങൾ മുൻപിലേക്ക് കടന്നു പോകണം. കാരണം നമ്മളെ പോറ്റുന്ന ദൈവമുണ്ട്, പുലർത്തുന്ന ദൈവം. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾക്കൊരു പക്ഷേ ഇന്ന് അതെ ഭക്ഷണത്തിനുള്ളത്, നിങ്ങൾ ചിലപ്പോൾ മരുന്ന് കഴിക്കുന്നവരാണ് മരുന്നിനുള്ളത്, കുട്ടികൾക്ക് ഫീസ് കൊടുക്കാനുള്ളത്, അല്ലെങ്കിൽ അഡ്മിഷനുള്ളത്, ഇതെല്ലാം അന്നെന്നുള്ളത് ദൈവം അന്നന്ന് നിങ്ങൾക്ക് നൽകുന്നു എങ്കിൽ തൃപ്തിയോടെ കർത്താവിനെ നിങ്ങൾ സേവിക്കണം. എൻ്റെ ദൈവം ഇന്നലെ വരെ നടത്തി, ഇനി അവൻ നടത്താൻ ശക്തനാണ്. ഇന്നലെ വരെ നടത്തിയ ദൈവം ഇനിയും നടത്താൻ ശക്തനാണ്. ഇന്നലെ വരെ നടത്തിയ ദൈവം ഇനിയും എന്നെ നടത്താൻ ശക്തനായിരിക്കുന്ന കർത്താവാണ്. സ്വന്തം അവന് സമ്പത്ത് ചോദിക്കാമായിരുന്നു, ചോദിച്ചില്ല. അതെ, ഒന്നവന് ദീർഘായുസ് ചോദിക്കാമായിരുന്നു, സമ്പത്ത് ചോദിക്കാമായിരുന്നു, ശത്രുസംഹാരം ചോദിക്കാമായിരുന്നു. ശത്രുസംഹാരം അത് മനുഷ്യർക്ക് ഭയങ്കര ആഗ്രഹമാണ്. അത് മനുഷ്യന് എനിക്കൊരു ശാപം വന്നാലും കുഴപ്പമില്ല, അവനൊരു പണി കിട്ടിയാൽ മതി അല്ലേ? എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ അടുത്ത ആഴ്ച തിരുവത്താഴ എടുക്കാൻ പോകുമ്പോൾ പശ്ചാത്താപ ഹൃദയം കടന്നു വരും. കാരണം ഞാൻ അവനെ ശത്രുവായി ചിന്തിച്ചു, അതേ മിത്രമായി കാണാൻ എനിക്ക് കഴിഞ്ഞില്ല. എനിക്ക് എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്വസ്ഥതയോടെ തിരുമേശ അനുഭവിച്ച് പോകാൻ പറ്റില്ല. എന്നാലും കുഴപ്പമില്ല, അവനൊരു പണി കിട്ടിയാൽ മതി. ദൈവസന്നിധിയിൽ ചെന്ന് നിൽക്കപ്പെടം മുട്ടിടിച്ചാലും കുഴപ്പമില്ല. ദൈവസന്നിധിയിൽ ചെന്ന് നിൽക്കുന്ന സമയത്തിലേക്ക് ഒരു കുറ്റബോധം വന്നാലും കുഴപ്പമില്ല. പക്ഷേ അവനൊരു ശിക്ഷ കിട്ടണം. ശത്രുസംഹാരം ഒരു രാജാവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലുതാണ്. രാജ്യങ്ങളെ വെട്ടിപ്പിടിക്കണമെങ്കിൽ ശത്രുവിനെ സംഹരിക്കാനുള്ളൊരു കഴിവ് ലഭിക്കണം. രാജാവിന് ആവശ്യം അതാണ്. ഒന്ന്, ദീർഘായുസാണ് അവൻ അത്യാവശ്യം. 2, അവൻ്റെ രാജ്യത്തെ ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമുള്ള സമ്പത്താണ്. 3, അവൻ്റെ ആവശ്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാലിട്ട് ശത്രു സംഹാരമാണ്. അത് ചോദിക്കാൻ പറ്റും, ചോദിച്ചില്ല. ആ പ്രാർത്ഥനയ്ക്കകത്ത് ദീർഘായുസ് ചോദിച്ചില്ല. ആ പ്രാർത്ഥനയ്ക്കകത്ത് സമ്പത്ത് ചോദിച്ചില്ല. ആ പ്രാർത്ഥനയ്ക്കകത്ത്
അതെ, ശത്രു സംഹാരം ചോദിച്ചില്ല. ദൈവം പറയുകയാണ്, നീ വലിയ ജനത്തിന് ശത്രുവിനെ ഒന്നും ഉപേക്ഷിക്കാതെ ന്യായപാലനത്തിനുള്ള വിവേകം എന്ന ഈ കാര്യം മാത്രം. മീൻസ് ഈ സ്വപ്നത്തിൽ വന്ന് ചോദിച്ച സമയത്തിൽ അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ചത് ഇപ്രകാരമാണ്: ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ളൊരു ഹൃദയം എനിക്ക് തരണമേ. അതുകൂടാതെ നിന്റെ ഈ വലിയ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ ആർക്ക് കഴിയും? സോളമൻ രാജാവിനോട് രാത്രിയില് സ്വപ്നത്തിൽ ദൈവം വന്ന് സംസാരിച്ച സമയത്തില് പുള്ളിക്കാരെ ശത്രു സംഹാരം ചോദിക്കാതെ, സമ്പത്ത് ചോദിക്കാതെ, ദീർഘായുസ് ചോദിക്കാതെ ഒരേ ഒരു ചോദ്യം: നിന്റെ ജനത്തെ ന്യായപാലനം നടത്തുവാൻ എനിക്ക് ആവശ്യമായിട്ടുള്ള ദൈവിക ജ്ഞാനത്തെ കൊണ്ട്, വിവേകത്തെ കൊണ്ട് നിറയ്ക്കണമേ എന്ന് ചോദിച്ചപ്പോൾ ദൈവത്തിന് ഇഷ്ടമുള്ള പ്രാർത്ഥന അത് തന്നെയായി തീർന്നു. മനസ്സിലായവർക്ക് കൂടെ കൈയടിച്ചു പറ: ദൈവത്തിന് ഇഷ്ടമുള്ള പ്രാർത്ഥന ദൈവജനത്തിന്റെ ന്യായപാലനം ചെയ്യുക. ദൈവജനത്തെ ന്യായപാലനം ചെയ്യാനുള്ള വിവേകം, ജ്ഞാനം, പരിജ്ഞാനം, അറിവാണ് അവൻ ചോദിച്ചത്, ജ്ഞാനമാണ് ചോദിച്ചത്, വിവേകമാണ് അവൻ ചോദിച്ചത്. ഇന്ന് പകൽ സമയത്തിൽ വിവേകം നമുക്ക് അനിവാര്യമാണ്, ജ്ഞാനം നമുക്ക് ആവശ്യമായിരിക്കുകയാണ്, അറിവ് നമുക്ക് ആവശ്യമാണ്. അറിവ് ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു പ്രാർത്ഥനാ വിഷയമാണ്. അപ്പൊ നമ്മുടെ സബ്ജക്റ്റിൽ നിൽക്കണം. സോളമൻ രാജാവിനെ കണ്ടുപിടിക്കണം. സോളമനെ കണ്ടുപിടിക്കണം. ചെറുപ്രായത്തിൽ അധികാരത്തിലേക്ക് കടന്നു വന്നപ്പോൾ ദൈവത്തോട് ചോദിച്ചത് അറിവ് ചോദിച്ചോ, ജ്ഞാനം ചോദിച്ചോ. എനിക്ക് ദൈവത്തിൽ നിന്ന് ആവശ്യം മറ്റൊന്നുമല്ല, എനിക്ക് നല്ലൊരു നോളജ് തരണമേ, എനിക്ക് നല്ല ബുദ്ധി നൽകണമേ, എനിക്ക് നല്ല വിവേകം നൽകണമേ, എനിക്ക് നല്ല കഴിവ് നൽകണമേ കർത്താവേ ദൈവത്തിനോട് ചോദിച്ചപ്പോൾ ദൈവത്തിന് മറ്റേതൊരു പ്രാർത്ഥനയെക്കാള്, മറ്റാരുടെ പ്രാർത്ഥനയെക്കാള് സോളമന്റെ പ്രാർത്ഥനയെ സ്വർഗത്തിലെ ദൈവത്തിന് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇന്ന് ഈ കൂട്ടത്തിൽ കടന്നു വന്ന ദൈവസഭയെ ദൈവത്തിന് ഇഷ്ടമുള്ള പ്രാർത്ഥനകളെ കണ്ടുപിടിക്കണം. ദൈവത്തിന് ഇഷ്ടമുള്ള പ്രാർത്ഥന ജ്ഞാനം ലഭിക്കണം, വിവേകം ലഭിക്കണം, പരിജ്ഞാനം ലഭിക്കണം, ബുദ്ധിശക്തി ലഭിക്കണം. ദൈവത്തിന്റെ കൃപ ആവശ്യമാണ്. ഈ പ്രാർത്ഥന നിങ്ങൾ ആഗ്രഹിക്കണോ? സ്തോത്രം. പൗലൂസിനെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരൻ രോഗിയായിരുന്നു, വലിയ രോഗശാന്തി പ്രാർത്ഥനക്കാരനാണ്, നിങ്ങൾക്കറിയാമല്ലോ. തിമോത്തിയോസും ഉദരസംബന്ധമായ രോഗം ബാധിച്ച ദൈവദാസന്മാരിൽ പലർക്കും എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു കുഴപ്പം ദൈവം കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തിനാ? എക്സ്പ്ലനേഷൻ അവിടെയുണ്ട്. വെളിപ്പാടിൻ്റെ ആധിക്യത്താൽ നിഗളിച്ചു പോകാതിരിപ്പാൻ നിന്നെ കുത്തേണ്ടതിന് സാത്താന്മാരെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വെളിച്ചദൂതനെ പോസ്റ്റ് ചെയ്തിരിക്കുക. ദൈവം തൻ്റെ ഭക്തന്മാരെ പല രാജ്യത്തിന് വേണ്ടിയിട്ടും ദേശത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യും പോലെ ദൈവദാസന്മാരെ കുത്താൻ വേണ്ടിയിട്ട് ഒരു ശൂലവും കൊടുത്തിട്ട് ഒരു സാത്താനെയും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഭക്തന്മാരെന്നെ കേട്ടോണ്ടിരിക്കുകയാണോ? ഭക്തകൾ എന്നെ കേട്ടോണ്ടിരിക്കുകയാണോ? നിങ്ങൾ ദൈവവേലയുടെ മുഖത്തിലാണോ? നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? ഒരാൾ നിന്നെ കുത്താൻ വേണ്ടിയിട്ട് നിന്റെ പുറകെ കാണും. ആര് കുത്തിയില്ലെങ്കിലും ഒരാൾ കാണും. ആ കുത്ത് കൊള്ളുമ്പോൾ നീ ടെൻഷൻ അടിക്കരുത്. ഞാൻ എത്രയോ സാത്താന്മാരെ ഒഴിപ്പിച്ചു, ഞാൻ എത്രയോ ഭൂതത്തെ പുറത്താക്കി, പക്ഷെ എന്നെ കുത്തുന്ന ഭൂതത്തെ മാത്രമേ എനിക്ക് ഒഴിപ്പിക്കാൻ പറ്റുന്നില്ല എന്ന് നീ ഒരിക്കലും ചിന്തിക്കരുത്, ഒരിക്കലും പറയരുത്. നീ വെളിപ്പാടിന്റെ ആധിക്യത്താൽ നിഗളിച്ചു പോകാതിരിപ്പാൻ, നിനക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ, നിനക്ക് സമൃദ്ധി ലഭിക്കുമ്പോൾ, നിനക്ക് അധികാരം ലഭിക്കുമ്പോൾ, പിശാചുക്കൾ നിന്റെ മുമ്പിൽ കീഴ്പ്പെടുമ്പോൾ നീ നിഗളിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരല്പം മൈൻഡ് മാറുന്നുവെങ്കിൽ നിന്നെ കുത്തി വേദനിപ്പിക്കാൻ സാത്താന്റെ ദൂതനെ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു പ്രോസ്പെരിറ്റി ആഗ്രഹിച്ച് വന്നവർക്കൊന്നും ദഹിക്കുന്നില്ല എന്ന് എനിക്ക് നല്ലതായിട്ട് അറിയാം. എങ്കിലും കുറച്ചൊക്കെ വചനവും കൂടെ പഠിച്ചിരിക്കണ്ടേ. ചില സിറ്റുവേഷനിൽ നമുക്ക് എന്തുകൊണ്ടെന്ന ചോദ്യം, എന്തുകൊണ്ട് എന്നുള്ളത് വചനം അറിയാവുന്നവൻ പറയും. സ്തോത്രം. ഞങ്ങളിത് മനുഷ്യന്റെ ഇഷ്ടത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ള സാധനമല്ല. ഇതിന്റെ പിന്നിലൊരു ദൈവിക ഉദ്ദേശങ്ങളുണ്ട്, ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. ഈ കൃപാവരങ്ങൾ സ്വയം പരിശോധനയ്ക്കല്ല, സ്വയമായിട്ട് ആവശ്യങ്ങൾക്കല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്. നീ നിഗളിക്കുന്നുവെങ്കിൽ സാത്താൻ നീ ശാസിച്ചാൽ അത് പോകത്തില്ല. വല്ലതും പിടികിട്ടുന്നോ? പൗലൂസ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, കർത്താവേ ഈ വേദന ഇച്ചിരി കടന്നു പോകുന്നു,
ഞാൻ നിന്റെ കൃപ പ്രാപിച്ചവനാ, നീയുമായിട്ട് വലിയ ബന്ധത്തിലാണ്. ഞാൻ 100 കണക്കിന് ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പ്രസംഗിക്കുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷേ ഈ കൂത്തിത്തിരി കടന്നു പോകുന്നു കർത്താവേ എന്ന് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതകൾ തികഞ്ഞു വരുന്നു, തികഞ്ഞു വരുന്നു, തികഞ്ഞു വരുന്നു, തികഞ്ഞു വരുന്നു. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതകൾ തികഞ്ഞു വരികയാണ്, തികഞ്ഞു വരികയാണ്, തികഞ്ഞു വരികയാണ്, തികഞ്ഞു വരികയാണ്, തികഞ്ഞു വരികയാണ്. പിന്നത്തേതില് പൗലൂസിനൊന്ന് മനസ്സിലാക്കി, എനിക്ക് എത്രത്തോളം ജഡത്തിൽ കഷ്ടത കടന്നു വരുന്നുവോ അതനുസരിച്ച് ദൈവകൃപ എന്നിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്, ദൈവസ്നേഹം എന്നിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നത്തേതിൽ പൗലൂസ് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി, ദൈവകൃപ എന്നിലേക്ക് ആവസിക്കേണ്ടതിന് ഈ കഷ്ടങ്ങളിൽ ഞാൻ പ്രശംസിക്കുന്നു. ഞാൻ ഈ കഷ്ടങ്ങളിൽ പ്രശംസിക്കുകയാണ്, ദൈവകൃപ എന്നിൽ ആവസിക്കേണ്ടതിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ശോധനകളിലും ആ വേദനകളിലും അവർ ഭക്തന്മാർ പതറി പോകാതെ നിന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയപ്പെടുന്നു. ഭക്തൻ പ്രാർത്ഥിച്ചു, ഈ ജനത്തെ ന്യായപാലനം ചെയ്യുവാൻ എനിക്ക് ബുദ്ധിയും ജ്ഞാനവും പരിജ്ഞാനവും അറിവും നൽകപ്പെടണം. അപ്പോൾ രോഗം വന്നാലും നമ്മൾ സ്വർഗത്തിൽ പോകും, പക്ഷേ ദൈവത്തിൻ്റെ കൃപയില്ലെങ്കിൽ പോകാൻ പറ്റത്തില്ല. രോഗിയാണെങ്കിലും പൗലോസ് സ്വർഗത്തിൽ പോകാതിരുന്നില്ല. അവൻ പക്ഷെ പാപമാണ് ഒരു മനുഷ്യന്റെ മേൽ വന്നുവെങ്കിൽ അവൻ നിത്യതയിൽ പോകത്തില്ല. ഹല്ലേലൂയ. അവൻ സോളമന് വ്യക്തമായിട്ട് അറിയാം, ഈ ജ്ഞാനമാണ് എനിക്ക് ആവശ്യം, ഈ പരിജ്ഞാനമാണ് ഈ സമയങ്ങളിൽ ദൈവത്തോട് എനിക്ക് ചോദിച്ച് വേങ്ങാനുള്ള ഏറ്റവും വലിയ അനുഗ്രഹം. സ്വത്രം. ദൈവം അവനെ അനുഗ്രഹിച്ചതങ്ങ് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ ചോദിക്കാത്ത 3 കാര്യങ്ങളുടെ ഞാൻ നിനക്കായിട്ട് നൽകുന്നു. 12-ാം വാക്യം, ഞാൻ നിന്റെ അപേക്ഷപ്രകാരം, അപേക്ഷ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന എന്നാണ് അതിനർത്ഥം, അപേക്ഷപ്രകാരം ചെയ്തിരിക്കുന്നു. ജ്ഞാനവും വിവേകമുള്ള ഒരു ഹൃദയം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. നിനക്ക് സമനായവൻ നിനക്ക് മുമ്പിൽ ഉണ്ടാകത്തില്ല, നിനക്ക് സമനായവൻ നിന്റെ ശേഷമുണ്ടായില്ല. ഇതിന് പുറമെ നീ അപേക്ഷിക്കാത്ത, നീ പ്രാർത്ഥിക്കാത്ത, അതാണ് ഇതിനു പുറമെ നീ അപേക്ഷിക്കാത്തത് സമം നീ പ്രാർത്ഥിക്കാത്തതായ സമ്പത്ത് മഹത്വവും കൂടെ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. നിന്റെ ആയുഷ്കാലത്തേക്കെയും രാജാക്കന്മാരിൽ ഒരുത്തനും നിനക്ക് സമനാകയില്ല. നിന്റെ അപ്പനായ ദാവീദ് നടന്നതുപോലെ നീ എൻ്റെ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിച്ച് എൻ്റെ വഴിയിൽ നടന്നാൽ ഞാൻ നിനക്ക് ദീർഘായുസ്സും തരും. കണ്ടീഷനുണ്ട്. ഒരു പ്രോമിസ് കൊടുത്ത സമയത്തുള്ളൊരു കണ്ടീഷൻ പറഞ്ഞു, നീ എൻ്റെ അപ്പനായിരിക്കുന്ന ദാവീദ് നടന്നതുപോലെ നീ എൻ്റെ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിച്ച് നടന്നാൽ ദീർഘായുസിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തട്ടിപ്പോ. പ്രൈസ് ദി ലോർഡ്. കൂടുതൽ വിശദീകരിക്കുന്നില്ല. സോളമൻ രാജാവിൻ്റെ പ്രാർത്ഥന നല്ല പ്രാർത്ഥനയാണെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരന് ശകലം പിന്മാറ്റം കടന്നു വന്നു. സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവന് കുറവുണ്ടായിരുന്നു. അവൻ പൂജാഗിരികളെ വെച്ച് ആരാധിച്ചു. അവൻ്റെ ആദ്യത്തെ വിവാഹം തന്നെ നോക്കുന്ന സമയത്ത് ഫറവോൻ്റെ പുത്രിയാണ് അവൻ വിവാഹം കഴിച്ചത്. ഇണയില്ലാ പിണ കൂടി അവിടെ മുതലേ ബാലൻസ് തെറ്റി. പുള്ളിക്കാരൻ കല്യാണം കഴിച്ചത് രാജാസന്നിധിയിലേക്ക് വന്നു കഴിഞ്ഞാൽ കെട്ടണമല്ലോ. അപ്പോൾ കെട്ടിയത് തന്നെ വിവാഹാലോചന ദൈവവ്യവസ്ഥയില്ലാത്തൊരു പ്രപ്പോസലിലേക്കാണ് ചെന്ന് ചാടിച്ചത്. ആദ്യത്തെ തെറ്റതാണ്. ഫറവോൻ്റെ പുത്രിയെ വിവാഹം, ദൈവത്തെ അറിയാത്ത, ദൈവവുമായിട്ട് ബന്ധമില്ലാത്ത, ദൈവത്തെ ആരാധിക്കാത്ത ഒരു വ്യക്തി ചിലപ്പോൾ ഇങ്ങനെ വിചാരിച്ചായിരിക്കണം, അവളെ കെട്ടിക്കൊണ്ട് വന്നതിന് ശേഷം ഞാൻ ഡെയിലി പള്ളിയിൽ കൊണ്ടുപോകും, അപ്പോൾ ശരിയാവുമെന്ന്. എവിടെ ശരിയാകാൻ? സ്വത്രം. പുള്ളിയുടെ പ്ലാനൊക്കെ എങ്ങനെയായിരുന്നു? ഞാൻ രാജാവാണ്, ഞാനിപ്പോൾ ഫറവോൻ്റെ വീട്ടിൽ കയറി കല്യാണം കഴിച്ചു, വലിയൊരു കുടുംബമായിട്ടൊരു ബന്ധം കിട്ടി, ഒരു വലിയ രാജാവുമായിട്ട് എനിക്കൊരു നല്ലൊരു ബന്ധമൊക്കെ കിട്ടി. ബന്ധമെല്ലാം കിട്ടിയത് കൊണ്ട് കുഴപ്പമില്ല, എൻ്റെ ഭാര്യയല്ലേ, ഞാൻ പറഞ്ഞ അനുസരിച്ചല്ലേ പറ്റുള്ളൂ. നാളെ നമുക്ക് രാവിലെ പള്ളിയിൽ പോകണം എന്ന് പറഞ്ഞു, നീ ഇറങ്ങിയേ പറ്റത്തേ ഉള്ളോ, നീ വരും, അപ്പം നിന്നെ ഞാൻ മാനസാന്തരപ്പെടുത്തിയെടുക്കാം, നിന്നെ ഞാൻ വിവാഹത്തോടുകൂടി നിന്നെ ഞാൻ ദൈവത്തിൻ്റെ പൈതലാക്കി മാറ്റും എന്നൊക്കെ വലിയ സ്വപ്നം കണ്ടാണ് പുള്ളിക്കാരൻ ഇറങ്ങിയത്. പക്ഷേ എല്ലാം പാളിപ്പോയി. ചേട്ടാ, നിങ്ങൾ പള്ളിയിൽ പോയി, ഞാൻ കാളക്കുട്ടിയുടെ പിറകെ പോവാം. സ്തോത്ര. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വടവിൽ ഒന്നും നടന്നില്ല. അവിടെ മുതൽ അവൻ്റെ പാളിച്ച, അവിടെ മുതൽ അവൻ്റെ പരാജയം ആരംഭിച്ചു. നമ്മളിന്ന് പരാജയമല്ല പഠിക്കുന്നത്. ഏതൊരു മനുഷ്യനും വിജയവുമുണ്ട് പരാജയവുമുണ്ട്, വിജയവുമുണ്ട് തോൽവിയുമുണ്ട്. തോൽവിയല്ല ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ്. അതുകൊണ്ടാണ് അവിടെ കണ്ടീഷൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. നിന്റെ അപ്പനായ ദാവീദ് നടന്നതുപോലെ നീ എൻ്റെ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിച്ച് എൻ്റെ വഴിയിൽ നടന്നാൽ
ഞാൻ നിനക്ക് ദീർഘായുസ് തരും. എൻ്റെ വഴിയിൽ നടക്കാതിരുന്നാൽ ഞാൻ ഈ പ്രോമിസിനെ കട്ട് ചെയ്യുകയാണ്, ഈ വാഗ്ദത്വത്തെ, ഈ പ്രവചനത്തെ ഞാൻ മാറ്റുകയാണ്. ഏതൊരു വ്യക്തിക്കും ഒരു പ്രവചനം ലഭിക്കുന്നുവെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു കണ്ടീഷൻ കാണും. ഈ കണ്ടീഷൻ പലപ്പോഴും പലരും മാറ്റി വെച്ചിട്ട് ദൈവദാസൻ പ്രവചിച്ചു, വചനത്തിലൂടെ ഞാൻ കേട്ടു, സ്വപ്നം കണ്ടു, പക്ഷെ ഒന്നും നടന്നില്ല. നടക്കുന്നതിന് മുമ്പ് നിനക്കൊരു കണ്ടീഷൻ തന്നിട്ടുണ്ടായിരിക്കും ദൈവം. ആ കണ്ടീഷൻ നീ അംഗീകരിച്ചാലേ, അത് നീ പാലിച്ചാലേ അതിൻ്റെ പിന്നിൽ കടന്നു വരപ്പെടുന്ന വാഗ്ദത്വം ദൈവസഭയ്ക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയപ്പെടത്തേ ഉള്ളൂ. സോളമനെ, ഞാൻ ചില വാഗ്ദത്വങ്ങൾ നിനക്ക് നൽകുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്, നീ എൻ്റെ വഴികളിൽ നടക്കണം. ഈ വർഷത്തെ നന്മകൾ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ടോ? അനുഗ്രഹം പ്രാപിപ്പാൻ കടന്നു വന്നവർ ഈ കൂട്ടത്തിലുണ്ടോ? ദൈവം തന്നിരിക്കുന്ന വ്യവസ്ഥകളെ പാലിക്കുകയാണെങ്കിൽ ആ വാഗ്ദത്തങ്ങൾ പുനഃസ്ഥാപനത്തിന്റെ വർഷത്തില് നഷ്ടപ്പെട്ടു പോയ സകല നന്മകളും ദൈവം നിനക്ക് മടക്കി തരും. പക്ഷെ ദൈവ വഴി വിട്ടു മാറരുത്. ആ വാഗ്ദത്വം പ്രാപിച്ചെടുത്തു. അപ്പോൾ സ്വപ്നം കണ്ടു, സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു, രാവിലെ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചു. സ്തോത്രം സ്തോത്രം സ്തോത്രം, ഹല്ലേലൂയ 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 ഹല്ലേലൂയ, കർത്താവേ സ്തോത്രം 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 സ്തോത്രം. അപ്പം പുള്ളിക്കാരൻ ഈ കൃപാവരം കിട്ടിയോ ഇല്ലെന്ന് എങ്ങനെ അറിയാം? ജ്ഞാനം, പരിജ്ഞാനം, ഭയങ്കര ബുദ്ധി, പഠിപ്പിസ്റ്റുകളായിട്ട്. അതേ സ്തോത്രം, ഇവൻ ഇനി സ്കൂളിൽ ചെന്നിരിക്കാൻ പറ്റൂലല്ലോ, പുള്ളിക്കാരന് ദൈവം കൊടുത്തു. രാജാവ് കൊച്ചു പയ്യനാണെങ്കിലും. ഇപ്പം ഈ ജ്ഞാനം കിട്ടിയോ ഇല്ലെന്നറിയാം. പള്ളിക്കൂടത്തിൽ പോയിരുന്നെങ്കിൽ അവിടെ പരീക്ഷയും മറ്റുമൊക്കെ നടത്തുന്ന സമയത്തിൽ, റിസൾട്ടും മറ്റുമൊക്കെ വരുന്ന സമയത്തിൽ എന്ത് ചെയ്യായിരുന്നു? അറിയാം, ബുദ്ധി കിട്ടിയോ കിട്ടിയില്ലയോ. പക്ഷെ അതറിയണ്ടേ? ദൈവം അതിനെ പ്രൂവ് ചെയ്യാൻ തീരുമാനിച്ചു. ജനങ്ങൾക്ക് ആശങ്കയായിരുന്നു, ഈ പയ്യൻ അധികാരത്തിൽ വന്ന നമ്മുടെ രാജ്യത്തിന്റെ ഗതി എന്തായിരിക്കും? ഇവൻ മന്ദബുദ്ധിയാണ്. ഇവൻ പള്ളിക്കൂടത്തിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തിലെ ഏറ്റവും പുറയിലായിരുന്നു. ഏതെങ്കിലും ഒരു പഠിപ്പിച്ചിനെ പിടിച്ചുകൊണ്ടെന്ന് രാജാവാക്കുന്നതിന് പകരമായിട്ട് ഇവനെ പിടിച്ച് രാജാവാക്കിയ നമ്മുടെ രാജ്യത്തിന്റെ ഗതി അധോഗതി തന്നെ എന്ന് പലരും പുറപുറത്തോണ്ടിരുന്നു. ദൈവം അവനൊരു ജ്ഞാനം കൊടുത്തു, അവനൊരു ബുദ്ധിശക്തി കൊടുത്തു, അവനൊരു അറിവ് കൊടുത്തു. അവനിതാ പിറ്റേ ദിവസം സിംഹാസനത്തിലേക്ക് ഇരിക്കുന്ന സമയത്തില് സ്തോത്രം, അവന്റെ അടുക്കലേക്ക് ചിലർ കടന്നു വരുന്നു. 17 അവരിൽ ഒരുത്തി പറഞ്ഞത്, തമ്പുരാനെ, അടിയനും ഇവളും ഒരു വീട്ടിൽ പാർക്കുന്നു. ഞങ്ങൾ പാർക്കുന്ന വീട്ടിൽ വെച്ച് ഞാനൊരു കുഞ്ഞിനെ പ്രസവിച്ചു. ഞാൻ പ്രസവിച്ചതിൻ്റെ 3-ാം ദിവസം എവളും പ്രസവിച്ചു. ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. ഞങ്ങൾ 2 പേരും ഒഴികെ ആ വീട്ടിൽ മറ്റാരുമില്ലായിരുന്നു. ആദ്യത്തെ കേസ്, രാജാവിൻ്റെ അടുക്കൽ ആദ്യത്തെ കേസ് വരികയാണ്. ആ ദേശത്തിൽ 2 സ്ത്രീകളുണ്ടായിരുന്നു. ഒരു വീട്ടിലാണ്. 2 പേരും അത്ര ശരിയല്ല. പക്ഷേ 2 പേർക്കും ഓരോ കുഞ്ഞുങ്ങളെ കിട്ടി. 3 ദിവസത്തിൻ്റെ ഇടവ, 3 ദിവസം ഇടവിട്ട് 2 പേർക്കും കുഞ്ഞുങ്ങളെ കിട്ടി. ഒരു സുപ്രഭാതത്തിൽ, അത്ര ശരിയില്ല എന്ന് ഞാൻ പറഞ്ഞില്ല, പുള്ളിക്കാരത്തെ 100 അടിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. സ്തോത്രം, 100 അടിച്ചുകൊണ്ട് കിടന്നിട്ട് അടുത്ത് ചെന്നപ്പോഴത്തേക്ക് ഈ കൊച്ചിൻ്റെ പുറത്തുകൂടെ കയറിയും കിടന്നു. കൊച്ചങ്ങ് മരിച്ചുപോയി. കുഞ്ഞ് മരിച്ചുപോയി, കുഞ്ഞ് മരിച്ചുപോയി, കുഞ്ഞ് മരിച്ചുപോയി, കുഞ്ഞ് മരിച്ചുപോയി. അവളെന്ത് ചെയ്യുന്നു? ബുദ്ധിമതിയാണ്. ആൾ ശരിയല്ല, ബുദ്ധിമതിയും കൂടിയാണ്. നോക്കിയപ്പോഴത്തേക്ക് അപ്പുറത്തെ മുറിയിൽ കൂട്ടുകാരിയുടെ കുഞ്ഞ് കിടന്ന് കലിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പുള്ളിക്കാരത്തി വാഷ്റൂമിൽ പോയിരിക്കുകയാണ്. ഈ മരിച്ച കുഞ്ഞിനെ, 2 ഒരുപോലെ ഇരിക്കുന്നു. മരിച്ച കുഞ്ഞിനെ എടുത്ത് അപ്പുറത്ത് കൊണ്ട് കിടത്തിയിട്ട് അവിടെ ജീവനുള്ള കൊച്ചിനെ എടുത്ത് ഇപ്പുറത്ത് കൊണ്ടുവച്ച് കിടത്തും. വാവാവോ വാവാവോ എന്ന് പറഞ്ഞിങ്ങനെ, നിങ്ങൾ പാടിക്കോ ശരിയായിട്ട് വേണമെങ്കിൽ, അങ്ങനെ പാടിക്കൊണ്ടിരിക്കും. മറ്റേ സ്ത്രീ വാഷ്റൂമിലൊക്കെ പോയിട്ട് വന്നപ്പോൾ ചിരിച്ച് കളഞ്ഞ് കിടന്നു. കൊച്ചു മരിച്ചു കിടക്കുകയാണല്ലോ. ചേടാ, ഇതെൻ്റെ കൊച്ചിൻ്റെ മൂക്കല്ലല്ലോ, ഇതെൻ്റെ കൊച്ചിൻ്റെ കണ്ണല്ലല്ലോ. ഒക്കെ നോക്കി അപ്പുറത്തെ മുറി ചെന്നു. ഇതെൻ്റെ കൊച്ച്, നീ എന്നാടി പറയുന്നത്? നിനക്ക് വട്ടു പിടിച്ചു? ഇതെൻ്റെ കുട്ടിയാടി. ഞാൻ വന്ന് അവിടെ നിന്ന് ചെയ്തു. എന്താ പറ്റി? എന്ത് പറ്റി? അത് കൊച്ചു മരിച്ചു കിടക്കുന്നു. 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ അടിയ. ആട്ടുകാർ കൂടി, ഇവിടെ കിടന്ന് ബഹളമൊന്നും വയ്ക്കാൻ പറ്റൂല, ഒരു കാര്യം ചെയ്യാം, കോടതി പോവാം. പുതിയ രാജാവ് ചാർജ് എടുത്തിരിക്കുന്നു. ആരാ? ശലോമോൻ, ദൈവത്തിന്റെ ജ്ഞാനം കിട്ടിയ പുള്ളി. ഓടിച്ചു വിട്ടു. രാജാവിൻ്റെ അടുത്തുകൊണ്ട് സങ്കടം ബോധിപ്പിച്ചു. ഇന്നാണെങ്കിൽ നമുക്ക് ഒരുപാട് പരിപാടികളുണ്ട്, ആരുടെ കൊച്ചാന്നൊക്കെ തിരിച്ചറിയാൻ വേണ്ടി DNA ടെസ്റ്റ് കാര്യങ്ങൾ. പക്ഷെ അന്ന കാലഘട്ടത്തിൽ ഇതൊന്നും എത്തിയിട്ടില്ല. ഇത് മനുഷ്യന്റെ ജ്ഞാനം വെച്ചാണ് ഇതെല്ലാം കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയും?
അവിടെയുള്ള ആർക്കും അറിയത്തില്ല ഈ 3 ദിവസം പ്രായമായ ഈ കുട്ടിയെ ഇത് ആർക്ക് എങ്ങനെ എന്ത് ചെയ്യാനായിട്ട് കഴിയും, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഭയങ്കര വാശിയും. ദൈവം കൊടുത്ത ജ്ഞാനം സോളമൻ രാജാവിൻ്റെ ഹൃദയത്തിലും തലച്ചോറിലും ഒക്കെ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. രാജാവ് പറഞ്ഞു, ആരവിടെ? മൂർച്ചയുള്ളൊരു വാള് കൊണ്ടുവാ. ഒരു വാള് കൊണ്ട് നീ തന്നെ വടയി ഒരു പടയാളി ഇങ്ങോട്ട് വിളിച്ചു. ഈ വാള് പിടി, ആ കൊച്ചിനെ ഇഞ്ഞ് മേടിക്ക്, ഈ മേശപ്പുറത്ത് കിടത്ത് അതിനെ നടുകെ 2ആയിട്ട് അളവ് തൂക്കം മാറി തൂക്കിയാ കറക്റ്റ് ആയിരിക്കണം. 2ആയിട്ട് മുറിച്ചിട്ട് ഒന്ന് അതിനും കൂടെ ഒന്ന് ഇതിനും കൂടെ. ന്യായപാലനം. ദൈവജ്ഞാനം കൊടുത്തില്ലേ? ഇതാണോ ജഡ്ജി വിധിക്കേണ്ടത്? ഇതാണോ ന്യായപാലനം? ഇതാണോ ജ്ഞാനം? ഇതെപ്രകാരം ശരിയാകും? ഇതെങ്ങനെ ശരിയാകും? കൂടി നിന്ന ആൾക്കാരെല്ലാവരും, നമ്മുടെ രാജാവ് വട്ടനായി പോയല്ലോ, നമ്മുടെയൊക്കെ ജീവിതം ഇനി എന്തായി പോകും? അവിടെ പുറവുറപ്പായി കരച്ചിലായി നിലവിളിയായി. അതിനേക്കാളും അപ്പുറത്ത് ആ 2 സ്ത്രീകളില് ഒരു സ്ത്രീ കിടന്ന് മുറവിളിയിട്ട് കരയാൻ തുടങ്ങി. അയ്യോ, എന്താണ് രാജാവ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്? എന്താണ് രാജാവിന് പിഴപറ്റിപ്പോയത്? അപ്പൊ അതിൻ്റെ ടേബിൾ കൊണ്ടുവന്നു, വാള് കൊണ്ടുവരുന്നു, കൊച്ചിനെ കൊണ്ട് മേടിച്ചു കൊണ്ട് വന്ന സമയത്തില് ഒരു സ്ത്രീ വന്ന് ഓടി വന്ന 2 സ്ത്രീകൾ ഒരുത്തി വന്ന് രാജാവിന്റെ കാൽക്കൽ വീണിട്ട് പറഞ്ഞു, രാജാവേ, അരുതരുതരുതരുത്, ഇത് അവളെ കൊച്ചാണ്, അങ്ങ് കൊടുക്ക്. അപ്പുറത്തെ സ്ത്രീ എന്ന് പറഞ്ഞു, അങ്ങനെ വഴിക്ക് വാടി, വാ, അങ്ങനെ തന്നെ വേണം, രാജാവ് മിടുക്കനാണ്. എല്ലാവരും അതിശയിച്ചു. ആ സ്ത്രീ പറഞ്ഞു, ഇങ്ങനെയാണ് അവൾ ആ കൊച്ചിനെ ചെന്ന് ഓടിയെടുത്ത്, രാജാവേ, ഗുഡ്, ഞാൻ പൊട്ടോട്ടെ രാജാ. മോളെ നില്ല, അവിടെ നില്ല, പൊടിക്കുന്നില്ല. ഇതിന് പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം കഴിഞ്ഞിട്ട് പോവാ. നിങ്ങൾ എന്തായാലും പെറ്റീഷൻ തന്നെങ്കിൽ അതിലെല്ലാം സോൾവ് ചെയ്ത് നിന്റെ കുഞ്ഞ് അതേ കുഞ്ഞ്. അപ്പം മറ്റേ സ്ത്രീയോട് ചോദിച്ചു, കൊടുത്തുവിടേ, കൊച്ചിനെ കൊല്ലല്ലേ. മറ്റേ ആളിനോട് പറഞ്ഞോ, അത് രാജാവ് ഏത് തീരുമാനം എടുത്താലും ഞാൻ റെഡിയാണ്, കൊണ്ടുപോകാൻ പറഞ്ഞാൽ കൊണ്ടുപോകും, മുറിക്കാൻ പറഞ്ഞാൽ മുറിക്കും, നോ പ്രോബ്ലം. രാജാവ് പറഞ്ഞു, മോളെ ഇഞ്ഞു വാ, ആ കൊച്ചിനെ ഇഞ്ഞു കൊടുക്ക്. ഇതാണ് യഥാർത്ഥ തള്ളക്ക് വേദന ഉണ്ടാകും, തള്ളക്ക് കരച്ചിലുണ്ടാകും, തള്ള മുറിക്കാൻ സമ്മതിക്കത്തില്ല, തള്ള വെട്ടാൻ സമ്മതിക്കത്തില്ല കേട്ടോ. നീ കൊടുക്ക്. ആരവിടെ? അവളെ പിടിച്ച് കള്ളക്കേസ് കൊടുത്തതിന് തൊടുങ്കിലിടയ്ക്ക് അന്ന് ജനം മുഴുവനും ആർത്തിരമ്പി പറഞ്ഞു, ദൈവിക ജ്ഞാനം രാജാവിനുണ്ടായിരിക്കുകയാണ്, ദൈവിക ജ്ഞാനം രാജാവിന് വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ രാജ്യം നന്നായിട്ട് പോകുക, ഞങ്ങളുടെ രാജ്യം ഭംഗിയായിട്ട് കടന്നു പോകുക. ഇന്ന് പകൽ സമയത്തിൽ എന്നെ ശ്രദ്ധിക്കുന്ന സഹോദരി, രാജാവിന്റെ ആദ്യത്തെ പ്രാർത്ഥന മധ്യത്തിൽ, ഞാൻ അശക്തനാണ്, ഈ രാജ്യത്തെ എന്റെ കഴിവ് കൊണ്ട് ഭരിക്കാൻ കഴിയത്തില്ല, എന്റെ ബുദ്ധി കൊണ്ട് ഭരിക്കാൻ കഴിയത്തില്ല, എന്റേതായിട്ടുള്ള അറിവ് കൊണ്ട് കഴിയത്തില്ല, എന്റെ ദൈവത്തിന്റെ ജ്ഞാനം എന്റെ മേൽ വന്നാലേ ഈ രാജ്യത്തെ ഭരിക്കാൻ എനിക്ക് കഴിയത്തേ ഉള്ളൂ. പഠിക്കുന്ന കുട്ടികളെ, കഴിഞ്ഞ വർഷത്തെ പോലെയുള്ള ചിന്താഗതി അല്ല ഈ വർഷം നിങ്ങൾക്ക് വരേണ്ടത്. നിന്റെ ബുദ്ധി ഉപയോഗിച്ച് നീ വിജയിക്കത്തില്ല, നിന്റെ കഴിവ് ഉപയോഗിച്ച് നീ ഈ വർഷം പൂർത്തിയാകത്തില്ല, നിന്റേതായിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ച് പോകാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ വരുന്നുവെങ്കിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷത്തിൽ നിങ്ങൾ കൂടുതൽ പ്രാപിക്കുക, കഴിഞ്ഞ വർഷത്തേക്കാളും കൂടുതൽ ജ്ഞാനം, പരിജ്ഞാന കൃപ നിങ്ങൾ അനുഭവിക്കുക. 2 കരങ്ങൾ അടിച്ചു പേരൻസ് എല്ലാം സമ്മതിക്കുക. ദൈവിക ജ്ഞാനമാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യം. അവയെ തലമുറകളില്ലാത്തവരും തലമുറയുടെ വിദ്യാഭ്യാസം കഴിഞ്ഞവരും പ്രാർത്ഥിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവിക ജ്ഞാനമില്ലാതെ രാജ്യത്തെ ഭരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിന്റെ ജ്ഞാനമില്ലാതെ എനിക്ക് ഈ രാജ്യത്തില് ഈ വർഷത്തില് ഒന്നും ചെയ്യുവാനായിട്ട് കഴിയപ്പെടത്തേയില്ല. കർത്താവിന്റെ വചനം വിളിച്ചു പറയുന്നു, 1 യോഹന്നാൻ 2:27, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു, ആരും നിങ്ങളെ ഉപദേശിക്കേണ്ട ആവശ്യമില്ല, അവന്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയാൽ അത് ഭോഷ്കല്ല, സത്യം തന്നെ ആയിരിക്കയാൽ അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പീൻ. അഭിഷേകം നിന്നെ ഉപദേശിക്കുമെന്ന് ആരും നിങ്ങളെ തെറ്റിക്കാൻ അനുവദിക്കത്തില്ല. ഒരു ദുഷ്ട കൂട്ടുകെട്ടുകൾ നിങ്ങളെ തെറ്റിക്കത്തില്ല, ഒരു ദുഷ്ട കൂട്ടുകാരന്മാര് നിങ്ങളെ ഉപദ്രവിക്കത്തില്ല. പരിശുദ്ധാത്മാവ് നിങ്ങളെ നടത്തുമെന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 2-ാം വാക്യം. അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് വസിക്കുക, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ. ആകയാൽ ആലോചന
ആലോചന തരുന്ന പരിശുദ്ധാത്മാവ്, വിവേകം തരുന്ന പരിശുദ്ധാത്മാവ്, ആലോചന തരുന്ന പരിശുദ്ധാത്മാവ്, ദൈവഭക്തി തരുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളെ സകലത്തിലും വഴി നടത്ത്. യെശയ്യാവ് 54:13 മുതൽ നിന്റെ മക്കൾ എല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവര്, നിന്റെ മക്കളുടെ സമാധാനം വലിയതുമായിരിക്കും. നീതിയാ നീ സ്ഥിരമായി നിൽക്ക്, നീ പീഡനത്തോട് അകന്നിരിക്കപ്പെട, നിനക്ക് ഭയപ്പെടുവാനില്ലല്ലോ. ഭീഷണിയോട് നീ അകന്നിരിക്കുക, അത് നിന്നോട് അടുത്തു വരികയില്ല. ഒരുത്തൻ നിന്നോട് കലശൽ കൂടുന്നുവെങ്കിൽ അതെന്റെ ഹിതപ്രകാരമല്ല. ആരെങ്കിലും നിന്നോട് കലശൽ കൂടിയാൽ അവൻ നിന്റെ നിമിത്തം അവർ വീട്. തീക്കനൽ ഊതി പണി ചെയ്തതുപോലെ ഓരോ ആയുധം തീർക്കുന്ന കൊല്ലനെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു, നശിപ്പിപ്പാൻ സംഹരിക്കുവാനും ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു. ദൈവം നമ്മളെ സൂക്ഷിക്കുമെന്ന്, ദൈവം നമുക്ക് പ്രൊട്ടക്ഷൻ നൽകപ്പെടുമെന്ന്, നിന്റെ തലമുറകളെ തെറ്റിക്കാൻ ദൈവം അനുവദിക്കത്തില്ല എന്ന്, നിന്റെ മക്കളെ വഴിപിഴപ്പിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല എന്ന് ദൈവത്തിന്റെ സംരക്ഷണമുണ്ട്. സദൃശവാക്യം 2:10 മുതൽ ജ്ഞാനം നിന്റെ ഹൃദയത്തിൽ പ്രവേശിക്കും, പരിജ്ഞാനം നിന്റെ മനസ്സിൽ ഇമ്പമായിരിക്കുക, വകതിരിവ് നിന്നെ കാക്ക്, വിവേകം നിന്നെ സൂക്ഷിക്കുക, അത് നിന്നെ ദൃഷ്ടിയിൽ വഴിയിൽ നിന്നും വികടം പറയുന്നവരുടെ കൂട്ടത്തിൽ നിന്നും വിടുവിക്കും. സദൃശവാക്യം 2:10 അങ്ങനെ പഠിപ്പിക്കുന്നുവെങ്കിൽ ജ്ഞാനം ദൈവത്തിൽ നിന്ന് വരുന്നു, ബുദ്ധി ദൈവത്തിൽ നിന്ന് വരുന്നു, അറിവ് ദൈവത്തിൽ നിന്ന് കടന്നു വരപ്പെടുന്നു. അങ്ങനെ സോളമൻ രാജാവ് ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം 1 രാജാക്കന്മാർ 3-28 ഇങ്ങനെ പഠിപ്പിക്കുന്നു. രാജാവ് കൽപ്പിച്ച വിധി ഇസ്രായേലൊക്കെയും കേട്ടോ, ന്യായപാലനം ചെയ്യുവാൻ ദൈവത്തിന്റെ ജ്ഞാനം രാജാവിന്റെ ഉള്ളിൽ ഉണ്ട് എന്ന് കണ്ട് അവനെ ഭയപ്പെട്ടു. ജ്ഞാനം അവന്റെ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ ജനം അവനെ ഭയപ്പെട്ടു. ഏത് ജ്ഞാനം? ദൈവിക ജ്ഞാനം. ബാല്യത്തിൽ ദൈവം കൊടുത്ത ജ്ഞാനം പിന്നത്തേതിൽ തന്നെ അനുഗ്രഹത്തിലേക്ക് കൊണ്ടെത്തിച്ചു. ഒടുവിൽ ഈ പ്രാർത്ഥനയിൽ നിന്ന് അവൻ അല്പം വഴുതി. അവൻ കുടുംബജീവിതത്തിൽ പ്രവേശിച്ചതോടുകൂടി വഴിതെറ്റാൻ തുടങ്ങി. ദൈവം അവന് പദവികളും സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും കൊടുത്തു. പക്ഷേ അതിനപ്പുറത്തിലേക്ക് അവൻ ആ പദവി സ്ഥാനമാനങ്ങളും മാത്രം നോക്കി ദൈവഹിതമില്ലാത്ത ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. അതിനുശേഷം വിവാഹങ്ങളുടെ വലിയൊരു പരമ്പര തന്നെ വന്നു. അവൻ്റെ വിവാഹത്തിന് എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ കഴിയാത്ത അന്യ ദൈവങ്ങളെ സേവിക്കുന്നവരുമായിട്ടുള്ള വിവാഹബന്ധങ്ങൾ ഏർപ്പെട്ട് സോളമൻ ഒടുവിൽ പരാജയപ്പെട്ടുവെങ്കിലും രാജ്യത്തെ ഭരിക്കാനുള്ള ഒരു ജ്ഞാനം പ്രാരംഭത്തിൽ ദൈവം കൊടുത്തു. ദൈവം തന്ന ജ്ഞാനം മിസ്യൂസ് ചെയ്യരുത്. ദൈവം തന്നിരിക്കുന്ന അറിവ് ലോകപ്രകാരം നിങ്ങൾ കളയരുത്. ലോകത്തിന് വേണ്ടിയിട്ട് അതിനെ ഉപയോഗിക്കരുത്. ദൈവം ജ്ഞാനം തന്നത് ദൈവത്തെ പിന്തുടരാനും പിൻപറ്റുവാനും. അതിനായി കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ.